ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത് നമ്മുടെ മൂത്രക്കല്ല്, അതായത് നമ്മുടെ കിഡ്നി സ്റ്റോണിന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുറേ മരുന്നും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, കല്ലിറുക്കി എന്നുള്ള ഒരു ഇലയാണ് കേട്ടോ. നമ്മളെല്ലാ വീട്ടിലും വളപ്പിൽ ഇത് ഉണ്ടാവും. ഒരു വീട്ടിലില്ലാതെ ഉണ്ടാവില്ല. ഈ മഴക്കാലത്ത് കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ ഈ ചെടി ഉണ്ടാവുക. ഈ ഈ ഇല നമ്മൾ ഒരു ഏകദേശം ഒരു 5-6 നമ്മുടെ തണ്ട് പോലെ ഇങ്ങനെ എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. ബാക്കിയൊക്കെ നമ്മൾ ചേർക്കുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ആ കഴിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കഴിച്ചാൽ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഫുള്ളായിട്ട് മാറുന്നതാണ്. ഇത് സ്റ്റോൺ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഇത് കുടിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. കല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഇതിൻ്റെ പേര് കല്ലിറുക്കി എന്നാണ്. ഈ ലീവ്സ് നന്നായി എടുത്തിട്ട് ഒന്ന് കഴുകി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന് നല്ലൊരു മണം വരും. ആ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ജീരകം, കുമിൻ സീഡ്സ്. ഇത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് മധുരം തീരെ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൽക്കണ്ടി, അത് നമ്മൾ വലിയൊരു പീസാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇതുപോലത്തെ പൊടി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. പക്ഷേ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മരുന്നാണ്. നമ്മളിതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത്ര സാധനമാണ് വേണ്ടത്. പിന്നെ ഒരു സാധനം കൂടി വേണം, പാലാണ് കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള പാലാണ്. ഒരു ഗ്ലാസ് പാല്, നമ്മളിത് ഒരു ഗ്ലാസ്സാണ് ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നുള്ളത്. അപ്പം ഒരു ഗ്ലാസ് പാല്, അത് നമ്മൾ മിൽമ പാലല്ലാതെ നോർമലായിട്ടുള്ള പാലുണ്ടാവുമല്ലോ, നാടൻ പാല്, ആ പാൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇനി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, അതായത് കുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇതിടുന്ന സമയത്ത് നമ്മൾക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു മണം കിട്ടും. അതെല്ലാം വെറും നമ്മൾ ഇല അരക്കുന്നുണ്ടെങ്കിൽ അത്ര മണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാൻ പറയുന്നുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കണം, ഇത് വളരെ ചപ്പയായിരിക്കും, അതായത് മധുരമോ ഉപ്പോ ഒന്നുമില്ലാത്തൊരു കുടിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരം വേണമെങ്കിൽ ഓപ്ഷണലാണ്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൽക്കണ്ടി, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് വലിയ വലിയ പീസായി കിട്ടുന്നെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്കതെല്ലാം ചപ്പയായിട്ട് തന്നെ കുടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളിത് ഇടാതിരിക്കുക കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൽക്കട്ടി 1 ടേബിൾ സ്പൂൺ കൽക്കണ്ടി ഇട്ട് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് മതിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കുക. ഫുള്ളായിട്ട് ഇടണമെന്നില്ല. അതെല്ലാം നിങ്ങൾക്ക് ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇടാതിരിക്കുക കേട്ടോ. ഇനി അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഇല, നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കല്ലിറുക്കീൻ്റെ ഇല നന്നായി അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്തിട്ട് കളയുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തണ്ടും അതിൻ്റെ ഇലയൊക്കെയാണ് വേണ്ടത്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കുക. കാരണം നന്നായിട്ട് കഴുകണം, അതിൽ പാറ്റൊക്കെ ഇരുന്നിട്ട് കാണും. അപ്പോൾ അത് നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുക. ആ കഴുകിയിട്ട് മാറ്റി വെച്ചതാണിത്. ഇത് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഇടുക. അതെല്ലാം കത്രികയാണെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി മാറ്റി വെച്ചതാണ്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു കൈ ഫുള്ളായിട്ട് വരും കഴുകി എടുക്കുന്ന സമയത്ത്. ഇനി അത് ഈ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 ഗ്ലാസ് പാല്. ഇതിൽ ഒരു നുള്ള് വെള്ളം ചേർക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒരിക്കലും നമ്മൾ ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ കഴുകിയിട്ടിടുന്ന ഇലയിലൊക്കെ വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് വേണം നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാല്, 1 ഗ്ലാസ് പാല് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് അരഞ്ഞ് വരണം. കുറച്ച് മാത്രം അരഞ്ഞാൽ പോരാ, നന്നായിട്ട് അരഞ്ഞ് വരുന്നവരെ നമ്മൾ അരക്കാം. ഇനി 1 ഗ്ലാസ് പാല്, നമ്മുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ
ഇത് നമ്മൾ കുടിക്കുക. എന്നിട്ട് നമ്മൾ 1 മണിക്കൂറേക്ക് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ മാത്രം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അതല്ല നമ്മൾക്ക് ഇത് കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിന് ഫുഡൊക്കെ കഴിച്ചാൽ ഇതിൻ്റെ എഫക്റ്റൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് 1 മണിക്കൂറേക്ക് ഒന്നും കഴിക്കാൻ, വെള്ളം വരെ കുടിക്കാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിനെ അരിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇനി ഇത് കുടിച്ച് കിട്ടാനാണ് പണി. ബാക്കിയൊക്കെ ഈ മരുന്ന് തന്നെ നോക്കിക്കോളും. നിങ്ങൾക്ക് അഥവാ മുദ്രക്കല്ല് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് നോക്കുക. ഇതേപോലത്തെ ചെടികളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് കല്ലിറുക്കിൻ്റെ ചെടിയിൽ നിന്ന് പറിക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കുടിക്കുക. കല്ല് നമുക്ക് എങ്ങനെ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. അത്രക്കും വേദനകളൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ട് കല്ലൊക്കെ മൂത്രമൊഴിക്കുമ്പോൾ തന്നെ നമുക്ക് പോയി കിട്ടിക്കോളും. വേദനയും ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് അരിഞ്ഞ് കഴിഞ്ഞു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക. കുടിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഇത് നമ്മൾ ഒരു മിനിമം ഒരു 4-5 ദിവസം ഇത് കുടിക്കുക. നമ്മളൊക്കെ കല്ലൊക്കെ പോയി കിട്ടും. കല്ല് തനിയെ അലിഞ്ഞിട്ട് തന്നെ നമുക്ക് പോവും. അതുകൊണ്ടാണ് ഈ ഇലക്ക് കല്ലിറുക്കി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിനെല്ലാം നീരെടുക്കുക. എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക. ഇനി അതിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ നീരൊക്കെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കളയാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ചിലയാൾക്ക് ഇത് വലിയ ഇഷ്ടാവില്ല. പക്ഷേ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അസുഖങ്ങളല്ലേ പോവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ജീരകവും പിന്നെ എന്താണ് കൽക്കണ്ടിയൊക്കെ ഇടുന്നത്. നമുക്ക് കൽക്കണ്ടി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, ഷുഗറൊന്നും വരാനില്ല. അതുപോലെ തന്നെ ജീരകം വളരെ നല്ലതാണ് നമുക്ക്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുടിക്കുക. മിനിമം ഒരു 4-5 ദിവസമെങ്കിലും നിങ്ങൾ കുടിക്കുക. ഹോസ്പിറ്റലിലൊന്നും പോകേണ്ടെന്ന് ആവശ്യമില്ല. എത്ര വലിയ കല്ലായാലും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കല്ല് പോയി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ആർക്കെങ്കിലും കല്ലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ കുടിക്കുക. വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കല്ല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കുടിച്ച് നോക്കാൻ പറയുക. എന്നിട്ട് ഇതിൻ്റെ എഫക്റ്റും കാര്യങ്ങളും റിസൾട്ടൊക്കെ എനിക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് എഫ്ത്ര ഫാഹി. പ്ലീസ് ട്യൂൺ.